തുടരും എന്ന വാക്കിന് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തിയുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് കാലമാണ് കടന്നുപോയത്. എന്നാൽ LDF-ഉം UDF-ഉം നേരത്തെ നിന്ന സ്ഥാനങ്ങളിൽ തുടരുന്നില്ല. പക്ഷേ തുടരുന്ന ഒന്നുണ്ട്. അത് പിണറായി സതീശൻ പോരാണ്. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ പ്രഖ്യാപിച്ചതോടെ കഴിഞ്ഞ നിയമസഭാ കാലയളവിലെ പോലെ ആ കടുത്ത പോര് തുടരുമെന്ന് ഉറപ്പായി. പക്ഷേ ഇരുവരുടെ റോളുകൾ പരസ്പരം മാറിയെന്ന് മാത്രം. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വന്നിരിക്കുന്നു. പ്രതീക്ഷിച്ചതാണോ? മറ്റാരുണ്ട് പ്രതിപക്ഷത്ത് ഞാനല്ലാതെ എന്ന ഒരു വാചകം വേണമെങ്കിൽ നമുക്കിപ്പോൾ അതിൻ്റെ പാരഡി എന്ന പോലെ പറയാവുന്ന ഒരു നിലയാണ് അദ്ദേഹം. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഞാൻ പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഭയങ്കര വാല്യൂ, പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന അത്ര വാല്യൂ ഉള്ളൊരു പോസ്റ്റല്ല എന്ന നിലയിൽ അതിൽ നിന്ന് മാറി നിൽക്കില്ല. ഭരണഘടനാപരമായി അതിനുള്ള ഒരു ഇക്വാലിറ്റി വെച്ചാൽ ജനാധിപത്യത്തിൽ രണ്ടായാലും നമ്മൾ സ്വീകരിക്കണം എന്നുള്ള നിലയിൽ അങ്ങനെ അദ്ദേഹം അത് സ്വീകരിച്ചതാണോ ഒന്ന്, അതോ മറ്റൊരു ഓപ്ഷനിലേക്ക് കടക്കാൻ കഴിയാതെ പിണറായി വിജയൻ തന്നെ ആ സ്ഥാനത്തേക്ക് തുടരുകയാണോ, ആ സ്ഥാനത്ത് നിയമസഭാ കക്ഷി നേതാവ് എന്ന നിലയിൽ തുടരുകയാണോ? 2, 3 ഇതിപ്പോ എന്താ പറയാ, ഒരു പക്ഷത്തിന് അദ്ദേഹം തന്നെ ആഗ്രഹിച്ച, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇതിൽ നിന്ന് മാറാൻ കഴിയാതെ, സ്ഥാനം എന്ന നിലയിൽ നിന്ന് മാറാൻ കഴിയാതെ അതിൻ്റെ ആ നിലയിൽ തുടർന്ന ഒരു നേതാവിനെ വീണ്ടും ഒരു ഡിസ്ഗ്രേസ്ഫുൾ ആയിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ലെവലിലേക്ക് പോകുന്നത് ശരിയാണോ എന്ന് ആലോചിച്ച പാർട്ടി അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ കൊടുത്തതാണോ? ഇനി അഥവാ കുറച്ച് നാളത്തേക്ക് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി നിന്നുകൊണ്ട് മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് വളർത്തിക്കൊണ്ടുവരുന്നവരെയുള്ള സമയമെടുക്കുകയാണോ? ഇതൊന്നും നമുക്ക് വ്യക്തമായി അറിയില്ല. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിട്ടുള്ളത്. ഇനി പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണ്ട എന്ന് വെച്ചോ എന്നുള്ളതാണ് ഇനി പറയാനുള്ളത്. ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ കെ രാജൻ എന്നൊരു നേതാവിനെ CPI-യിൽ നിന്ന് ഉപനേതാവായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതും വേറൊരു തരത്തിലുള്ള ഒരു അപ്രോച്ചായി കാണാനും ചെയ്യാം. പക്ഷേ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ തന്നെ തുടരും എന്ന് പറയുന്നതിന് നമ്മൾ ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്. 102 അംഗങ്ങളുള്ള ട്രഷറി ബെഞ്ചിനെ നോക്കി അല്ലെങ്കിൽ അവരെ എതിരിടാനുള്ള ഒരു കരുത്ത് പുതിയ രണ്ടാം നിരയിൽ ജയിച്ചു വന്ന ആളുകൾക്കില്ല. ഈവൻ KN ബാലഗോപാലിന് പോലും ആ ഒരു കരുത്തില്ല, അല്ലെങ്കിൽ ആ അഗ്രഷൻ ഇല്ല എന്നൊരു തീരുമാനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെ സാധ്യമാവുമായിരുന്ന ഒരാളെ ഈ സഭയിൽ എത്തിക്കാതിരിക്കാൻ ഈ പാർട്ടി എടുത്തൊരു തീരുമാനത്തെക്കുറിച്ചാണ് എനിക്ക് പറയുന്നത്. മട്ടന്നൂരിൽ നിന്ന് മത്സരിപ്പിച്ചത് തീർച്ചയായും അത്തരമൊരു തീരുമാനമായിരുന്നു. മട്ടന്നൂരിൽ നിന്ന് KK ശൈലജ മത്സരിച്ച് വന്നിരുന്നുവെങ്കിൽ ഈ തീരുമാനം ഇങ്ങനെ ആവില്ലായിരുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ CPM-ൽ പിണറായി വിജയൻ തന്നെ തുടരണം ഇനിയും എന്ന് സമ്പൂർണ്ണമായി എല്ലാവരും ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല ഈ തീരുമാനം ഉണ്ടായിരുന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അതിലുപരിയായിട്ട് എന്തെങ്കിലും ഒരു മാറ്റത്തിലൂടെ പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയുന്ന ഒരു എഡ്ജ് കിട്ടുന്ന ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് ചെയ്തേനെ. KN ബാലഗോപാലിനെ കൊണ്ട് അത് കഴിയില്ല, റിയാസിനെ കൊണ്ട് അത് കഴിയില്ല. അതുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്. KK ശൈലജ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നതിനെ ഒരു വനിതാ പ്രതിപക്ഷ നേതാവ് എന്ന ആദ്യത്തെ പദവിയിലേക്ക് അവർ വരികയും അത് CPM എന്ന പാർട്ടിക്കും LDF എന്ന മുന്നണിക്കും പുതിയൊരു ഉണർവ് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനും കഴിയുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ഒരു തെറ്റ് അവർക്ക് പറ്റിയിട്ടുണ്ട്. ആ തെറ്റിന്റെ ആവർത്തനമായി ഇന്നവർ പിണറായി വിജയൻ തന്നെ ഞങ്ങളെ നയിക്കുമെന്ന ഞങ്ങളുടെ ഒരു കരുത്താണ് എന്നൊക്കെ പറയാനുള്ള ഒരു സാധ്യതയിലേക്ക് പോയി എന്ന് മാത്രം. ജിംസ്, നേരത്തെ നമ്മൾ പലരും പറയാറുണ്ട് ഈ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ എന്ന് പറയുമ്പോഴാണ് അതിനൊരു ഗുമ്മ്. പക്ഷേ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ എന്ന് പറയുമ്പോൾ അത് അത്ര ഒരു ഇത് കിട്ടുന്നില്ല എന്നുള്ളൊരു പറച്ചിൽ. അതുപോലെ നമുക്ക് പിണറായി വിജയൻ, നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നതാണോ സുഖം, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ? തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് പരിചയമുള്ള 10 വർഷം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട റോൾ, 10 വർഷത്തെ റോളിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിട്ടാണ് പരിചയം. അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല, അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം വരാൻ പോവുകയാണ്. നമ്മൾ ഇനി അദ്ദേഹത്തെ അളക്കണം. ഇനിയാണ് പറയേണ്ടത് അദ്ദേഹം ഒരു മികച്ച പ്രതിപക്ഷ നേതാവാണോ അല്ലയോ എന്നുള്ളത് കാര്യം. അദ്ദേഹത്തിൻ്റെ പ്രായം തീർച്ചയായിട്ടും ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഒരു പ്രശ്നമാണ്. അത് VS-ന് അങ്ങനെ ആയിരുന്നില്ല എന്ന് ചോദിക്കാം. പക്ഷെ VS അപ്പോഴും യുവാവായിരുന്നു. VS-ൻ്റെ ചെറുപ്പം, അദ്ദേഹത്തിൻ്റെ നിലപാടുകളും തല നരയ്ക്കുന്നതല്ല എൻ്റെ വാർദ്ധക്യമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിണറായി വിജയന് ഈ വാർദ്ധക്യം ഒരു പ്രശ്നമാണ്. ഒന്ന്, അദ്ദേഹത്തിന് ശാരീരികമായ അവശതകളുണ്ട്, രോഗാവസ്ഥയുണ്ട്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ CPM-ന് എടുക്കാൻ കഴിയുന്ന ഒരു നല്ല ഡിസിഷനാണിത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ആരാണ് തിരഞ്ഞെടുക്കുക? ഇപ്പോൾ മുഹമ്മദ് റിയാസ്, KN ബാലഗോപാൽ, മുൻപ് മന്ത്രിമാരായിരുന്ന 2 പേർ, അവരെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നത് കുറേ കൂടി സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാനും സർക്കാരിനെ തിരുത്താനും വിമർശിക്കാനും പിണറായി വിജയൻ തന്നെയായിരിക്കും നല്ലത്. കാരണം അദ്ദേഹത്തിന് 10 വർഷത്തെ അനുഭവ സമ്പത്തുണ്ട്. അവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ അനുഭവ സമ്പത്തുണ്ട്. പക്ഷേ ഞാൻ മുമ്പിൽ കാണുന്നൊരു പ്രശ്നം അതൊന്നുമല്ല. ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സ്പീക്കറായ ആര് വരും എന്നുള്ളതാണ്.
കെ രമയെ എങ്ങാനും സ്പീക്കറാക്കാൻ UDF തീരുമാനിച്ചാൽ പിണറായി വിജയന് പലപ്പോഴും പതറേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ രമയെ നോക്കി സാർ എനിക്ക് സംസാരിക്കാൻ അനുവാദം തരണം എന്നൊക്കെ പറയുന്ന ഒരു പിണറായി വിജയനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. നിഷാദ്, ഈ സർക്കാർ പരാജയപ്പെട്ടു. പക്ഷേ ഒരിക്കൽ പോലും ഇവർ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നില്ല. അതുമാത്രമല്ല, ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ, നല്ല വികസന പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ സർക്കാരിന് കഴിയുകയും ചെയ്തിട്ട് അതിന് തുടർച്ച ഉണ്ടാവുക എന്നുള്ളതും കൂടി ഒരു ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും അത് കൃത്യമായി പറയാൻ കഴിയുന്ന ഒരാൾ എന്ന നിലക്ക് പിണറായിയുടെ ഈ നിയോഗം അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയല്ലേ? വികസനത്തിന്റെ തുടർച്ച, സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ എന്നിവയെ ചൊല്ലി അല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു പോയതല്ല. ഞാൻ വിചാരിക്കുന്നത് CPIM-നെ സംബന്ധിച്ച് നേരത്തെ ഇവർ രണ്ടുപേരും പറഞ്ഞതുപോലെ അവൈലബിലിറ്റി പ്രശ്നമുണ്ട്. ആരാണ് ഒരു പുതിയ ഒരാളെ തീരുമാനിക്കണമെങ്കിൽ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ഒരു അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അവൈലബിലിറ്റി പ്രശ്നം ഉണ്ടാവാം. പക്ഷേ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരുന്നത് ഗുണപരമാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കില്ല എന്നുള്ള അഭിപ്രായമാണ് എൻ്റെ. കാരണം CPIM പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എടുത്താൽ അതിന് ഒരു ഏക നേതാവ് വേണ്ട എന്ന് ജനം തീരുമാനിച്ചുകൊണ്ടാണ് ആ പാർട്ടി തോറ്റുപോയത്. ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിൽ പോകാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ആ പാർട്ടിയോട് ജനങ്ങൾ ചോദിച്ചു. ഇപ്പം നിങ്ങൾക്കതിന് പറ്റുന്നില്ല, തോറ്റ് പുറത്തിരിക്കുമെന്ന് പറഞ്ഞു. പിണറായി വിജയൻ വീണ്ടും അവിടെ വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് അറിയാമോ? പിണറായി വിജയൻ ആ പാർട്ടിയിലെ പരമാധികാരിയാണ്. അദ്ദേഹം ഒരു നേതൃസ്ഥാനീയനായി വന്നാൽ ആ പാർട്ടിയിലെ ഒരേ ഒരു അധികാര കേന്ദ്രം അദ്ദേഹം മാത്രമായി തുടരുകയും ബാക്കി മുഴുവൻ പേരും അദ്ദേഹം പറയുന്നതിന് ആൻമൂളുകയും ചെയ്യും. ആ പരിപാടിക്ക് അവസാനം കുറിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ജനം വോട്ട് ചെയ്തത്. സോ കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് ജനം ആഗ്രഹിച്ച ഒരു സംഗതി ആ പാർട്ടി ഇല്ലാതായി പോകും. വീണ്ടും പിണറായി വിജയൻ വരുന്നതോടെ ഒരേ ഒരു അധികാര കേന്ദ്രം അദ്ദേഹം മാത്രമായി മാറുകയാണ്. രണ്ടാമത്തേത് എന്താണ്? ഒരു ചേഞ്ച് ആളുകൾ ആഗ്രഹിച്ചു. അതെന്ന് വെച്ചാൽ ഇപ്പോൾ നന്നായി ആശയവിനിമയം നടത്താൻ ശേഷിയില്ലാത്ത ആൾക്കാരല്ല, ഈ ഫേസസ് മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടുകൂടിയാണ് തോറ്റത്. അപ്പോൾ വീണ്ടും പിണറായി വിജയനും MV ഗോവിന്ദനും അതേ പദവിയിൽ തുടരുക എന്നത് ജനങ്ങളെ സംബന്ധിച്ചൊരു മടുപ്പുണ്ടാക്കുന്ന സംഗതിയായിരിക്കും. അവൈലബിലിറ്റി പ്രശ്നം അവരുടെ പ്രശ്നമാണ്, ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. മൂന്നാമത്തെ എന്താണ്? ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, നല്ല ആശയവിനിമയം ഉണ്ടാവുക. നല്ല ആശയവിനിമയം ഉണ്ടാവണം. നമ്മുടെ പാർട്ടിക്ക് നമ്മുടെ പാർട്ടിയുടെ അടിസ്ഥാന നയങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്താനും പറയാനും പറ്റിയില്ല എന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് വിമർശനമായിരുന്നു. ആരാ ഇത് പറയേണ്ട ആളുകൾ? രണ്ടാളുകൾ, ഒന്ന് പിണറായി വിജയൻ, ഒന്ന് MV ഗോവിന്ദൻ. MV ഗോവിന്ദൻ ഈ കാര്യത്തിൽ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ പലപ്പോഴും പാർട്ടിക്ക് തന്നെ ഗുണപരമല്ല, അത് അബദ്ധമാണ് ഉണ്ടാക്കുന്നതെന്ന് പാർട്ടിയിൽ തന്നെ അഭിപ്രായം ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു. സോ അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ഉയർന്നു വന്നു. അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ അല്ല. പിണറായി വിജയൻ ജനങ്ങളുമായി വൈകാരിക സ്വഭാവത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശേഷിയുള്ള ആളല്ല. അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ 50 മിനിറ്റിൽ പറയും. അവസാനത്തെ ഒരു 5 ക്വസ്റ്റ്യൻ ഒരുമിച്ചെടുക്കും, അതിനെല്ലാം ഒറ്റ ഉത്തരം പറയും, മൈക്ക് ഓഫ് ചെയ്ത് പോകും. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലെ ഏറ്റവും വലിയ തോൽവി അതാണ്. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന ആവശ്യത്തോട് മുഖം തിരിച്ചു നിർത്തുന്നതാണ് പിണറായി വിജയനിലേക്ക് വീണ്ടും ഇത് കേന്ദ്രീകരിക്കുന്നത്. രണ്ടാമത്തേത് ന്യൂ ഫേസസ് വേണമെന്നുള്ള ആവശ്യത്തോടും പാർട്ടി മുഖം തിരിക്കുകയാണ്. മൂന്നാമത്തേത് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ വേണമെന്ന ആവശ്യത്തോട് എന്ത് ചെയ്യാണ്? ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ആ നിലയ്ക്ക് പുതിയ കാലത്തിന് ആവശ്യമായ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, കമ്മ്യൂണിക്കയിലൂടെ എല്ലാം പറഞ്ഞു പോവുക, അല്ലെങ്കിൽ ഏകപക്ഷീയമായി എല്ലാം പ്രസംഗിച്ചു പോവുക എന്ന കാലം പോയി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, VD സതീശൻ എല്ലാ വിഭാഗം ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് ശേഷിയുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വളരെ വീക്കായിട്ടുള്ള 2 ആളുകളെ പിന്നെയും നിലനിർത്തുക. അവസാനത്തെ എന്താണ്? ഈ പറഞ്ഞ ഇമോഷണൽ കണക്ട്, അത് പ്രധാനമാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ്റെ കാര്യം പറഞ്ഞത്. ജനങ്ങളുമായി വൈകാരിക ബന്ധം ഉണ്ടാക്കുക പ്രധാനമാണ്. അപ്പോൾ ജനങ്ങളുമായി വൈകാരിക ബന്ധത്തിൽ സംസാരിക്കാൻ ശേഷിയില്ലാത്ത, ഇപ്പോഴും ഈ പറയുന്ന ചിട്ടപ്പടിയിൽ പാർട്ടി കമ്മ്യൂണിക്കയുടെ പ്രസ് റിലീസിന്റെ സ്വഭാവത്തിൽ വർത്തമാനം പറയുകയും അതേ സ്വഭാവത്തിൽ തന്നെ പ്രസ് റിലീസ് ഇറക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി സെറ്റപ്പിലാണ് ഇവർ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പാർട്ടി ഇമോഷണലി സംസാരിക്കും. എപ്പോഴാണെന്ന് അറിയാം, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ. അതാണ് ഒറിജിനൽ ഇമോഷൻ. ആ ഇമോഷൻ അല്ല ഇവിടെ ആവശ്യം. ഞാൻ നേരത്തെ പല ഉദാഹരണം പറഞ്ഞ അതിന്റെ കാര്യം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ പാർട്ടി തോറ്റിരിക്കുന്നത് 5 വർഷം കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോറ്റുപോകുന്ന എന്നൊരു സന്ദർഭത്തിൽ തോറ്റിരിക്കുന്നതല്ല. ഈ പാർട്ടി പരാജയപ്പെട്ടു പോവുകയും 35 സീറ്റിലേക്ക് LDF ആകെ വന്ന് വീഴുകയും 3 സീറ്റിൽ BJP ജയിച്ചിരിക്കുകയും രാജ്യത്ത് മോദി റെജീമിന്റെ കാലമാണ്. ആ കാലത്തെ തോൽവി എന്ന് പറഞ്ഞാൽ ചില്ലറ തോൽവിയല്ല എന്നതിന് അതുമാത്രമല്ല, ഈ തോൽവിയിൽ പാർട്ടിയുടെ പല ബേസുകളും തകർന്നു പോയിട്ടുണ്ടെന്ന് കൂടി കാണണം. കണ്ണൂർ അടക്കമുള്ള, ഞാൻ പറഞ്ഞ പയ്യന്നൂരും തളിപ്പറമ്പും അടക്കം. അപ്പോൾ അതൊരു സാധാരണ തോൽവിയല്ല എന്ന് മാത്രമല്ല, CPM-ന്റെ വോട്ട് ബേസിനകത്തേക്ക് BJP ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് സവിശേഷമായിട്ടുള്ള കറക്ഷൻ മെഷേഴ്സ് ആവശ്യമുള്ള ഒരു സമയം. ആ സമയത്ത് പിണറായി വിജയൻ തന്നെ മതി. 5 വർഷം കഴിയുമ്പോൾ ഭരണം മാറി വന്നോളും. അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നു രമേശ് ചെന്നിത്തല കൂടി. 5 വർഷം കഴിഞ്ഞാൽ ഭരണം മാറി ഒന്നുമില്ല. സോ അത് പ്രത്യേകമായി പണിയെടുക്കേണ്ട, ഒന്ന് പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരണം, 2 അധികാരത്തിലേക്ക് ഈ പാർട്ടി തിരിച്ചു വരണമെന്ന മോഹം ജനങ്ങൾക്ക് ഉണ്ടാക്കണം. അതിന് സ്പെഷ്യൽ പരിപാടി, സ്പെഷ്യൽ ആസൂത്രണം, സ്പെഷ്യൽ പ്രയത്നം ആവശ്യമുണ്ട്. അത് പൂർത്തീകരിക്കാൻ ശേഷിയുള്ളവരാണോ ഈ 2 നേതാക്കൾ എന്ന ചോദ്യം ചോദിച്ചാൽ അല്ല എന്നാണ് എൻ്റെ ഉത്തരം. ശരി, ഇതിൽ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രം പോരാ, മെസ്സേജ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതും കൂടിയാണ്. മെസ്സേജ് കറക്റ്റ് ആയിരിക്കണം. നിഷാദ് ഇത്ര ഇമോഷണൽ ആയിട്ട് പറഞ്ഞല്ലോ, പാർട്ടി മാറണം, ഇതെല്ലാം പറഞ്ഞു. ഈ സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ച റിപ്പോർട്ടിൽ പറയുന്നു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല എന്നാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ല എന്ന് പാർട്ടി കണ്ടെത്തുകയാണ് ഇപ്പോഴും. അതായത് ഈ തോൽവിക്ക് ശേഷം, ഈ 35 സീറ്റിന് ശേഷം ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം എന്ന് തുറന്നു പറയാൻ പറ്റാത്തത്ര അടഞ്ഞ
ഒട്ടും ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒരു സിസ്റ്റമാണ് പാർട്ടി ഇപ്പോഴും. ഇത് അതിന് ചെറിയ ഉദാഹരണമാണ്. ചെർണോബിൽ ആണവ നിലയത്തിൽ സ്ഫോടനം ഉണ്ടായ സമയത്ത് പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഒരു പ്രശ്നവുമില്ല. ഫോറിൻ പ്രസ് വല്ലതും അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം വന്നിട്ട്, റഷ്യൻ പ്രസിഡന്റ് വന്നിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല. ആ സോവിയറ്റ് കാലത്തെ മനോനില വെച്ചുകൊണ്ട് ഇനി പാർട്ടി ആര് നന്നാക്കും? ഈ വോട്ട് ചെയ്ത ജനങ്ങൾ ഇറങ്ങിയിട്ട് പാർട്ടി നന്നാക്കുമോ? ഇല്ല. അവർക്ക് പാർട്ടി നന്നാക്കലല്ല പണി. അവർ വേണ്ടി വോട്ട് ചെയ്യും, വോട്ട് ചെയ്യാതിരിക്കും. പക്ഷെ പാർട്ടി നന്നാക്കേണ്ട വേറെ തന്നെ പണിയെടുക്കണം. യെസ്, ഏതായാലും പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് പിണറായി വിജയൻ എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ളത് കേരളം കാത്തിരിക്കുകയാണ്.